ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോല പ്രവൃത്തി വായിച്ച് അപ്പസ്തോലന്മാരുടെ പ്രവർത്തികളും ഇന്നത്തെ നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സെഗ്മെന്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ നമ്മൾ അപ്പസ്തോലന്മാരുടെ പ്രവൃത്തി 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചത്. ഇന്ന് 2-3 വാക്യങ്ങൾ 5 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കണമെന്നാണ് കൃപയിൽ ആഗ്രഹിക്കുന്നത്. 2-ാമത്തെ വാക്യത്തിൽ തന്നെ അപ്പസ്തോലൻ വ്യക്തമായിട്ട് എഴുതി, യേശു 40 ദിവസം അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് താൻ ജീവിക്കുന്നവനാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തെളിവുകൾ അവർക്ക് നൽകി. ദൈവരാജ്യം സത്യമാണ്, അതൊരു മിഥ്യയല്ല എന്ന് അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകുവാൻ വേണ്ടി 40 ദിവസവും അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ പഠിപ്പിച്ചു എന്നൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ കാണുകയും, ആ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്നും അത് യഥാർത്ഥ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യണമെന്നും അതൊരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും ഉത്തമമായ ബോധ്യമാണെന്നും നമ്മൾ തിരിച്ചറിയണമെന്ന് അപ്പസ്തോലൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും 1, 2, 3 വാക്യങ്ങളിലൂടെ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അപ്പസ്തോലന്മാർ എന്താണ് നമ്മളെ പഠിപ്പിച്ചത് എന്ന് തിരിച്ചറിയുകയും അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുകയും ചെയ്തു. ഇനി 4, 5 വാക്യങ്ങളിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോവുകയാണ്. 4-ാം വാക്യം, അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കുവിൻ. പിതാവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്, അത് യേശുക്രിസ്തു വ്യക്തമായ അപ്പസ്തോലന്മാർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിതാവിൻ്റെ വാഗ്ദാനം എന്താണെന്നുള്ളത് ബൈബിൾ വായിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം. പിതാവിൻ്റെ വാഗ്ദാനം ഇതാണ്: പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും, അത് നിങ്ങൾക്കൊരു സഹായകനായി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ പോകേണ്ട വഴികളിൽ ഇതാണ് ശരി, ഇത് തെറ്റാണ്. നിങ്ങളെ കബളിപ്പിക്കുന്ന അനേക ആളുകൾ ഇന്ന് ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് പോകേണ്ട വഴി കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു സഹായകൻ, ഒരു പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇതാണ് പിതാവ് നമുക്ക് നൽകിയ വാഗ്ദാനം. യേശുക്രിസ്തു കഴിഞ്ഞ 3.5 വർഷക്കാലം പരസ്യ ജീവിതത്തിൽ ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരുടെ കൂടെ നടന്ന് അനേക കാര്യങ്ങൾ യേശു പഠിപ്പിച്ചു. അതിനുശേഷം യേശു ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം അവരെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അതിനുശേഷം 10 ദിവസം അവർ പ്രാർത്ഥനയിലായിരുന്നു, ഉപവാസത്തിലായിരുന്നു. ആ ഉപവാസത്തിൻ്റെ അനന്തരം 10-ാം ദിവസം, മൊത്തത്തിൽ 50-ാമത്തെ ദിവസം പെന്തക്കുസ്ത നാൾ സമാഗതമായപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരുടെ മേൽ പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ അവരുടെ മേൽ ഇറങ്ങി വന്നു. പിന്നീട് മുന്നോട്ട് പോകേണ്ട വഴി അവരെ പഠിപ്പിക്കുകയും അവർക്ക് പ്രബോധനം നൽകുകയും ചെയ്ത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്ന് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ യോഗ്യരാക്കപ്പെടുന്നു, എന്നാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഒരു കാര്യം എടുക്കുമ്പോൾ, ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു മുൻകൈ ഒരു കാര്യത്തിന് എടുക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനമാണോ, പരിശുദ്ധാത്മാവ് ഇത് ആഗ്രഹിക്കുന്നുണ്ടോ, അതായത് എൻ്റെ ആഗ്രഹമാണോ, എൻ്റെ ഹിതമാണോ എന്ന് പരിശോധിക്കാൻ ക്രിസ്ത്യാനിക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. കാരണം ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഹിതമാണോ? കാരണം യേശു പറഞ്ഞത്, ഞാനൊരു സഹായകനെ നിങ്ങൾക്ക് അയക്കും. പിതാവിൻ്റെ വാഗ്ദാനമാണത്. പിതാവിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് നിങ്ങളുടെ സഹായകൻ. നിങ്ങളുടെ ഓരോ കാര്യത്തിലും നിങ്ങളെ സഹായിക്കേണ്ടവനാണ് പരിശുദ്ധാത്മാവ്. പലരുടെയും ഒരു പൊതുവായൊരു ചിന്തയുണ്ട്, നമ്മൾ ഈ ഓട്ടോ ഓടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡ്, ഒരു അവാർഡ്, ഒരു ട്രോഫിയാണ് പരിശുദ്ധാത്മാവ്. നോ, അല്ല. പരിശുദ്ധാത്മാവ് നിന്റെ ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കുവാൻ, നിന്നെ നടത്തുവാൻ, ദൈവരാജ്യം നിനക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ, സ്വർഗം നിനക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നിന്നെ നടത്തേണ്ടവ ഒരു സഹായകനാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഓരോ സെക്കൻഡിലും നമ്മുടെ മുൻപിൽ വന്ന് വെളിപ്പെട്ട് നമ്മളോട്, മോനെ ഇതിലെ പോകണം, മോനെ ഇതിലെ പോകരുത് എന്ന് പറയേണ്ടവനാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ എപ്പോഴാണ് സ്വീകരിക്കേണ്ടത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, കത്തോലിക്ക വിശ്വാസത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിശ്വാസികളായ മാതാപിതാക്കളാണെങ്കിൽ, വളരെ പ്രത്യേകമായി നോട്ട് ചെയ്യണം, വിശ്വാസികളായ മാതാപിതാക്കളാണെങ്കിൽ, മാതാവും പിതാവും വിശ്വാസികളാണെങ്കിൽ, ആ വിശ്വാസികളുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ, ഏകദേശം 90-ാം ദിവസം തന്നെ സ്നാനപ്പെടുത്തുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ദാനം വരുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രബോധനങ്ങളിലുള്ള ഈ സ്നാനത്തിൻ്റെ ആദ്യത്തെ പടി അവനിലേക്ക് ആദ്യം അവനെ ദൈവത്തിന് സമർപ്പിച്ച് സഭയിലെ അംഗത്വത്തിലേക്ക് അവനെ കൊണ്ടുവന്ന് അവനെ സ്നാനപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മാമോദീസ മുക്കുന്ന ഒരു കർമ്മം നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട വിഷയം, വിശ്വാസികളായ മാതാപിതാക്കളായിരിക്കണം. മാതാവും പിതാവും വിശ്വാസികളായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യണമെന്നാണ് സഭ നിഷ്കർഷിക്കുന്ന ഒരു കാര്യം. അപ്പസ്തോലന്മാരുടെ പ്രവൃത്തിയിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിക്കാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും.
നമുക്കറിയാം, നമ്മൾ മാമോദീസ മുക്കുമ്പം വെള്ളം കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുഞ്ഞിൻ്റെ തലയിൽ സ്നാനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ആ കുഞ്ഞ് യേശു ആരാണെന്ന് അറിയുകയോ യേശുവിനെക്കുറിച്ച് യാതൊന്നും കേൾക്കുകയോ ചെയ്തിട്ടില്ല. പകരം മാതാപിതാക്കൾ വിശ്വാസികളാണ് എന്നുള്ളൊരു ക്ലെയിമാണ് നമ്മളവിടെ പ്രധാനമായിട്ട് എടുത്തു വയ്ക്കുന്നത്. ഇത് പറയുമ്പോൾ എല്ലാവരോടും എന്നെ കല്ലെറിയരുത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രം. നമുക്കറിയാം, കത്തോലിക്ക വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നാന നവീകരണം എന്നൊരു കാര്യമുണ്ട്. ഇന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ് സ്നാന നവീകരണം എന്നൊരു വിഷയം ഈ സഭയിൽ ഉണ്ട് എന്നുള്ളത് കത്തോലിക്കരായ വിശ്വാസികൾക്ക് പോലും അറിയില്ല. അതായത് നമ്മൾ സാധാരണ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ തലേ ദിവസം ശനിയാഴ്ച, ഈ ശനിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനകളിൽ ഏറ്റവും പരമപ്രധാനമായി നിൽക്കുന്ന കാര്യമാണ് സ്നാന നവീകരണ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ നമുക്ക് ഓർമ്മയില്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ ശിശുവായിരിക്കുമ്പോൾ 90-ാം ദിവസം സ്നാന മാതാപിതാക്കൾ കൊണ്ടുപോയി അവർക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ പ്രാർത്ഥനകൾ, വിശ്വാസ പ്രമാണങ്ങൾ, സാത്താനെയും അവൻ്റെ സകല മാർഗങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ഞാൻ ചേരുന്നു എന്ന് പറഞ്ഞ ആ ഏറ്റുപറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വീണ്ടും ബോധത്തോടുകൂടെ അവൻ്റെ വിശ്വാസത്തോടുകൂടെ അവൻ്റെ ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ സ്നാനത്തെ നവീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് ഈ പറയുന്ന ഉയർപ്പ് തിരുനാളിൻ്റെ തലേ ദിവസം, നമ്മൾ ദുഃഖ ശനിയാഴ്ച എന്നൊക്കെ പറയുന്ന ദിവസം നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന. ഇത് ഒരു നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും ഇങ്ങനൊരു പ്രവൃത്തി അവിടെ ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ദിവസം പള്ളിയിൽ പോകുന്ന എത്ര പേരുണ്ട്? ഇനി പള്ളി ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊരു കർമ്മം അവിടെ നടക്കുന്നുണ്ട് എന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? ഇങ്ങനൊരു കർമ്മം അവിടെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ പോലും അതിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന എത്ര പേരുണ്ട്? അതെന്തിനു വേണ്ടിയെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഞാനവിടെ ഒരു ജാമ്യം എടുക്കാൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. കാരണം ഞാൻ പങ്കുവച്ചിരിക്കുന്ന പല ക്രിസ്തീയ വിശ്വാസികളിലെ, പ്രത്യേകിച്ച് ഞാനായിരിക്കുന്ന കത്തോലിക്ക സഭയിലെ പല ആളുകളോട് ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെയുണ്ടോ എന്നെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞവരാണ് ചുറ്റുമുള്ള അനേകം ആളുകൾ. ഇത് പറയുമ്പോൾ പലരും നീ പർപ്പസ്ഫുള്ളി ഞങ്ങളെ കരിവാരി തേക്കുക എന്ന് പറയും. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ വേണമെങ്കിൽ മനസ്സറിഞ്ഞ് നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പല കത്തോലിക്ക വിശ്വാസിക്കും അവർക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നും, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ മതി. മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുകയും കമൻറ്റ് ചെയ്തൊരു ചേട്ടനുണ്ട്, സെബാസ്റ്റ്യൻ. അദ്ദേഹത്തിന് ഇങ്ങനെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാനല്ലാതെ മറ്റൊന്നും അറിയാത്തത് കൊണ്ട് അദ്ദേഹത്തിനെങ്കിലും ഒരു ബോധം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പൊ ശിശുവായിരിക്കുമ്പോൾ വിശ്വാസികളായ മാതാപിതാക്കളെ ദൈവത്തിന് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനെ 8-ാം ദിവസം ദൈവത്തിന് സമർപ്പിച്ച, അല്ലെങ്കിൽ ദേവാലയത്തിൽ സമർപ്പിച്ച ആ കാര്യം നമ്മൾ ലൂക്കാ സുവിശേഷത്തിൽ വായിക്കുന്നവരാണ്. അപ്പൊ ആ പറയുന്ന വിഷയത്തെ പോലെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. ദൈവം ഇത് ഏറ്റെടുക്കുന്നു, ജലത്താൽ ഒരു സ്നാനം കൊടുക്കുന്നു. എന്നാൽ വചനം പറയുകയാണ്, എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിക്കാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പരിശുദ്ധാത്മാവിനാൽ ഒരു സ്നാനം നമ്മൾ ഏൽക്കണം. ഒരു ചടങ്ങ് നടത്തി അവസാനിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. ഈ ചടങ്ങ് കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നിങ്ങൾ ആരായിരിക്കണം? വിശ്വാസികളായ മാതാപിതാക്കളുടെ മക്കളായിരിക്കണം. എന്താണ് വിശ്വാസികളായ മാതാപിതാക്കളുടെ മക്കൾ എന്ന് ചോദിച്ചാൽ, ഹെബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികർ അംഗീകാരത്തിന് അർഹരായത്. എന്താണ് വിശ്വാസത്തിൻ്റെ മാനദണ്ഡം? കണ്ണടച്ച് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഏത് ഉറക്കത്തിലും നമ്മൾ വിളിച്ചു ചോദിച്ചാൽ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഹെബ്രായ ലേഖനം 11-ന്റെ 1. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. എന്താണ് വേണ്ടത്? പ്രത്യാശിക്കുന്ന ലഭിക്കും. എന്താണ് നമ്മുടെ പ്രത്യാശ? എനിക്ക് IELTS കിട്ടും, ഇതാണ് പ്രത്യാശ. എനിക്ക് നല്ല ജോലി കിട്ടും, ഇതാണ് പ്രത്യാശ. എനിക്ക് നല്ല ഭവനം കിട്ടും, എനിക്കൊരു നല്ല വിവാഹം നടക്കും. ഇങ്ങനെ ഭൗതികമായ ആവശ്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഇന്ന് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ. നിങ്ങൾ നോക്കിക്കോ, ഈ പ്രത്യാശ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. രോഗം സൗഖ്യപ്പെടുന്നതിനും ഇങ്ങനെയുള്ള ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മിക്ക ക്രിസ്ത്യാനികളും ഇന്ന് പള്ളിയിലും ദേവാലയങ്ങളിലും പോകുന്നത്, പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അല്ലാതെ മറ്റൊരു കാര്യത്തിന് പോകുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം,
യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നീ എന്തായിരിക്കണം, നീ എങ്ങനെ ആയിരിക്കണം, നീ ആരായിരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് യേശു പറഞ്ഞു. നിന്റെ ക്രിസ്ത്യാനിയാണെങ്കിൽ വിശ്വാസിയാകണം, വിശ്വാസിയാണെങ്കിൽ പ്രത്യാശിക്കുന്നവൻ ലഭിക്കും എന്നുള്ളൊരു ഉറപ്പ് വേണം. എന്താണ് പ്രത്യാശ? സ്വർഗരാജ്യമാണ് പ്രത്യാശ. കാണപ്പെടാത്തവ ഉണ്ട്. നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ ദൈവരാജ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് നമ്മൾ ക്രിസ്തീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് പ്രായമായ അപ്പച്ചനോട് അമ്മച്ചോട് മരിക്കുന്നതിന് മുൻപ് നമ്മളൊന്ന് വെറുതെ ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ മരിക്കാനുള്ള പ്രായമായി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അവരോടൊന്ന് ചോദിക്കുക. സംസാരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരോട് ചോദിക്കുക, അപ്പച്ച എന്താണ് ദൈവരാജ്യത്തിൽ ചെല്ലുമോ അതെയോ എന്താണ് പ്രത്യാശ എന്ന് ചോദിച്ചാൽ അപ്പച്ചൻ പറയും, ഓ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി ആ ശുദ്ധീകരണ സ്ഥലത്ത് എന്ന് അവിടെ നിന്ന് നമ്മളൊന്ന് സ്വർഗരാജ്യത്തിൽ ചെല്ലും എന്നുള്ളതാണ് മിക്കവരുടെയും പ്രത്യാശ. ദൈവരാജ്യം എന്ന പ്രത്യാശ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ നിന്നും പോയി. എവിടെയാണ് പോയതിൻ്റെ കാരണം എന്ന് നമ്മൾ ചിന്തിക്കുക. ഇനി വിശ്വാസമുള്ള മാതാപിതാക്കൾ എത്രത്തോളം ഉണ്ട്? ഞാൻ ഈ പറഞ്ഞ മാനദണ്ഡത്തിൽ, അതായത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നും കാണപ്പെടാത്ത ഉണ്ട് എന്നും എൻ്റെ സകല കാര്യങ്ങളും കർത്താവ് ചെയ്തു തരുമെന്നും ബാക്കി ഒന്നിനെക്കുറിച്ചും പ്രതീക്ഷിക്കാതെ, അവിടെ പ്രധാനമായും ആശയം വെച്ചിരിക്കുന്നത് ഈ ഹെബ്രായ ലേഖനം 11 അബ്രഹാമത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മോശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ താഴോട്ടുള്ള പ്രവാചകന്മാരെക്കുറിച്ചും ഒരുപാട് ആളുകളെക്കുറിച്ച് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിശ്വാസമുള്ള നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ. അബ്രഹാത്തിൻ്റെ വിശ്വാസമുള്ള എത്ര പേരുണ്ട് നമ്മൾ? അല്ലെങ്കിൽ യാക്കോബിൻ്റെ, മോശയുടെ, ഈ പറയുന്ന പിതാക്കന്മാരുടെ വിശ്വാസമുള്ള എത്ര പേര് നമ്മൾ ഇന്ന് ക്രിസ്ത്യാനിയായിട്ടുണ്ട്? ഈ വിശ്വാസമുള്ള പിതാക്കന്മാരെ വിശ്വാസിയാണെങ്കിൽ നിന്റെ മക്കൾക്ക്, ആ വിശ്വാസമുള്ള മാതാപിതാക്കന്മാരുടെ മക്കൾക്ക് ഇത് യോഗ്യമാണ്. ഓക്കെ, അലൗഡഡ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എങ്ങനെ? ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ. നമ്മളിൽ എത്ര പേരുണ്ട് വിശ്വാസികൾ? ഞാൻ എൻ്റെ ആദ്യത്തെ മകനെ മാമോദീസ മുക്കുമ്പം സത്യം പറയാം, ഞാൻ വിശ്വാസിയേ ആയിരുന്നില്ല. ദൈവത്തെ അറിയാം, പക്ഷെ യഥാർത്ഥ സത്യക്രിസ്ത്യാനി അല്ല. ക്രിസ്തുവിനെ കേട്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയും എന്നെ കൊണ്ട് മാമോദീസ മുക്കിയിട്ടുണ്ടെന്നല്ലാതെ യേശുവുമായിട്ടുള്ള യാതൊരുവിധ പേഴ്സണൽ ബന്ധവുമില്ലാത്ത കാലഘട്ടത്തിലാണെന്ന്. ഒരു ബന്ധവുമില്ല. എനിക്ക് വിശുദ്ധ കുർബാനയുടെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പോലും എനിക്കറിയില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ മൂത്ത മകനെ കൊണ്ടൊന്ന് സ്നാനപ്പെടുത്തുന്നത്. അത് എത്രത്തോളം യോഗ്യമാണ് എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇവിടെ വചനം പറയുകയാണ്, എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി. വെള്ളം കൊണ്ടുള്ള സ്നാനമൊക്കെ നടന്ന്, മാനസാന്തരത്തിനുള്ള വെള്ളം കൊണ്ടുള്ള സ്നാനം യോഹന്നാൻ നൽകി. പക്ഷെ അതുകൊണ്ട് എഫേസിലുണ്ടായിരുന്ന ജനങ്ങൾ പൂർണ്ണരാക്കപ്പെട്ടില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാണുക. അവിടെ അനേക ജനങ്ങളുണ്ടായിരുന്നു, പക്ഷെ പരിശുദ്ധാത്മാവ് എന്താണെന്നോ ആരാണെന്നോ അവർക്ക് അറിയുപോലും ഇല്ല. അപ്പം ചോദിച്ചു, നിങ്ങൾ ഏത് സ്നാനം വാങ്ങിയേ? ഞങ്ങൾ യോഹന്നാൻ്റെ സ്നാനം വാങ്ങിയേ. അപ്പോൾ ആ വെള്ളം കൊണ്ടുള്ള ആ ഒരു ചടങ്ങ് കൊണ്ട് യാതൊരുവിധ കാര്യമില്ല. പകരം നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് വ്യക്തമായിട്ട് പറയുക. ലൂക്കാ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മക്കൾക്ക് നല്ല ദാനം നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകിയില്ല. ചോദിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്നാണ് ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത്. പിതാവിനോട് ചോദിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ കൊടുക്കും. ഒരു കൊച്ചു കുഞ്ഞിന് ഒരിക്കലും പിതാവിനോട് ചോദിക്കാനുള്ള അറിവോ പ്രാപ്തിയോ ചിന്തയോ ഒന്നുമില്ല. അതിനാകെ പിയോ കിയോ ഒന്ന് കരയാനും, കരയുന്നത് പാല് കിട്ടാനും മാത്രമാണ്. അതിനപ്പുറത്തോട്ടുള്ള യാതൊരു ബോധ്യമോ കൊച്ചു കുഞ്ഞിനില്ല. എന്നാൽ ആ കൊച്ചു കുഞ്ഞ് ബോധ്യത്തിലേക്ക് വരുമ്പം അവനെ നമ്മൾ ഒരുക്കണം, അവനെ യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. യേശു രക്ഷകനും നാഥനുമാണ്, പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ നീ സ്വീകരിക്കണം, അല്ലെങ്കിൽ പോകുന്ന വഴി നീ വഴിതെറ്റും. ഈ ബോധ്യം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ വിശ്വാസികളായ മാതാപിതാക്കളാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതാണ്, മകനെ നീ എന്നോട് ചോദിച്ചപ്പോൾ നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നൽകി? സൈക്കിൾ ചോദിച്ചപ്പോൾ സൈക്കിൾ വാങ്ങിച്ചു തരികയില്ലേ? അപ്പൻ ചോദിച്ചപ്പോൾ അപ്പം നൽകിയില്ലേ? ഞാൻ പാമ്പിനെ അല്ലല്ലോ നൽകിയേ. നീ മീൻ ചോദിച്ചപ്പോൾ നിനക്ക് പാമ്പിനെ അല്ലല്ലോ നൽകിയേ, മീൻ തന്നെയല്ലേ നൽകിയത്. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ്, എത്രയും സ്നേഹവാനായ പിതാവ്, നീ ചോദിക്കുന്നത് തരാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നീ എന്ത് ചോദിച്ചാലും തരും. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഇത്? എത്ര പേർക്ക് പഠിപ്പിക്കാൻ പറ്റും? ആഗ്രഹിക്കുന്നവർ ഇന്നു മുതൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവെന്ന ദാനത്തിന് വേണ്ടി നമ്മുടെ ദൈവസന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ യാചിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. അതൊരു ചടങ്ങ് കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല, ഏതെങ്കിലും കേവലമായ ഒരു വ്യക്തിയുടെ കൈവെപ്പ് കൊണ്ട് മാത്രമോ ചടങ്ങ് കൊണ്ട് മാത്രമോ ലഭിക്കുന്നതല്ല. പകരം യാചിക്കുന്നവൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ അവൻ്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവ് സൗജന്യമായി നമ്മളിലേക്ക് വരുമെന്ന വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കണം. ആ വിശ്വാസത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ആ പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ പിന്നാലെ മോനെ ഇതിലെ നടക്ക്, മോനെ ഇതിലെ പോ എന്ന് പറഞ്ഞ് നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നടത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന സഹായകൻ അവരെ നടത്തും. അവർ ദൈവരാജ്യം പ്രാപിക്കുമെന്നൊരു വിശ്വാസം നമുക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ.